അളന്നുകുറിച്ച വാക്കുകളിലൂടെ കോൺഗ്രസ് നേതൃത്വത്തെ വീണ്ടും വെട്ടിലാക്കുകയാണ് ശശി തരൂർ. നല്ലൊരു നേതാവ് പോലുമില്ലാത്ത പാർട്ടിയിൽ 4 വോട്ട് പിടിക്കാൻ തനിക്ക് മാത്രമാണ് കഴിയുകയെന്ന് ശശി തരൂർ പറയുമ്പോൾ അണികൾക്കിടയിൽ പാർട്ടി നേതൃത്വത്തിന്റെ കഴിവുകേടാണ് തുറന്നു കാട്ടപ്പെടുന്നത്. അതിനിടെ വീണ് കിട്ടിയ അവസരം മുതലെടുത്ത് തരൂരിനെ ഒപ്പം ചേർക്കാനാണ് CPMന്റെ നീക്കം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടണമെന്ന രീതിയിലാണ് തരൂരിന്റെ വാക്കുകൾ. തന്നെ പോലെ വോട്ട് പിടിക്കാൻ ശേഷിയുള്ള നല്ല നേതാക്കൾ കോൺഗ്രസിനില്ല. അർഹമായ പരിഗണന കിട്ടിയില്ലെങ്കിൽ പാർട്ടി വിടാൻ മടിയില്ലെന്നും തരൂർ പറഞ്ഞു വയ്ക്കുന്നത് ഇടതുപക്ഷത്ത് ഹൃദ്യമായ സ്വീകരണം ലഭിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടുകൂടിയാണ്. കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന നേതാവാണ് തരൂരെന്ന് പറഞ്ഞ് CPM സംസ്ഥാന സെക്രട്ടറി പച്ചക്കൊടി വീശിക്കഴിഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് അതിനെ നയിക്കാൻ അനുയോജ്യനായ നേതാക്കളില്ല എന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതേ നില തുടർന്നാൽ LDFന് വീണ്ടും അധികാരത്തിലേക്ക് വരാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ശരിയായ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയും തെറ്റായ കാര്യങ്ങൾ വരുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷം ചെയ്യേണ്ടുന്ന കാര്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. തരൂരിനെ CPMലേക്ക് സ്വീകരിക്കുന്നതിൽ തടസ്സമില്ലെന്നായിരുന്നു തോമസ് ഐസക് പറഞ്ഞത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, കോൺഗ്രസ് വിട്ടു എന്നുള്ളത് കൊണ്ട് ശശി തരൂർ അനാഥമാവില്ല കേരള രാഷ്ട്രീയത്തിൽ. ബാക്കി കാര്യങ്ങൾ അദ്ദേഹം നിലപാടുകൾ വ്യക്തമാക്കും. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് എത്ര പേരെയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്? കഴിഞ്ഞ ദിവസം കോഴിക്കോട് പാർട്ടി സെക്രട്ടറി അല്ലേ ചെന്ന് അവരെ കൈകൊടുത്ത് സ്വീകരിച്ചത്. അപ്പോൾ ശശി തരൂരിനോട് ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പുണ്ടാവേണ്ട കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശശി തരൂർ അദ്ദേഹത്തിന് നിലപാട് വ്യക്തമാക്കട്ടെ. ആവശ്യങ്ങൾ ഹൈക്കമാൻഡിനെ വരെ അറിയിച്ചിട്ടും അവഗണിച്ചതാണ് തരൂരിന്റെ പൊട്ടിത്തെറിക്ക് കാരണം. അവഗണിച്ചൊഴിവാക്കാനാണ് സംസ്ഥാന കോൺഗ്രസ് തീരുമാനമെന്നും തരൂരിനറിയാം. മുൻപ് പറഞ്ഞതിലും ഗൗരവമായ പാർട്ടി വിരുദ്ധ പ്രസ്താവന കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ നടത്തുന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ്. വർക്കിംഗ് കമ്മിറ്റി, തീരുമാനങ്ങളില്ലാത്ത ആൾക്കൂട്ടം എന്നിവരെ പറഞ്ഞ തരൂർ ഒരേപോലെ രാഹുൽ ഗാന്ധിയെയും VD സതീഷിനെയും ലക്ഷ്യമിടുന്നുവെന്നതും ശ്രദ്ധേയമായി. ജനം, തിരുവനന്തപുരം.